എന്തിനനുസരണയുള്ള കൊച്ചി വിളിച്ച് അപ്പ തന്നെ വിളി കേൾക്കും. കല്ലു എന്നതായത് കൊച്ചെ മിച്ചർ ഞാൻ നിനക്ക് കഴിക്കാനല്ലേ തന്നത്, കളയാനാണ് തന്നത്. അല്ല പിന്നെ കളഞ്ഞെന്തിനാ? എനിക്കല്ല ചിരിയൊന്നും വരുന്നില്ല കേട്ടാ കല്ലു. ഒരു ദോശ തന്നത് അതിന്റെ പകുതി പോലും കഴിച്ചില്ല. അപ്പഴാ നീ എന്റെ അടുത്ത് ഒന്ന് മിച്ചർ ചോദിച്ചത്. എന്നിട്ട് മിച്ചർ എടുത്ത് തന്നപ്പോ കളഞ്ഞേക്കണ്ട മൊത്തം. നീ അത് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോവുക. ഞാൻ കഴിച്ചോളാം. കഴിച്ചോളാന്നാ? അങ്ങനെയാണെങ്കിൽ നീ കഴിക്കണ്ട. പാത്രത്തിൽ നിന്ന് വിട്. ഇല്ല. മര്യാദക്ക് ഇല്ല. മര്യാദക്ക് പാത്രത്തിൽ നിന്ന് വിട്ടു, ഇല്ലെങ്കിൽ അടി കൊള്ളും. കല്ലു പാത്രത്തിൽ നിന്ന് വിട്. പാത്രത്തിൽ നിന്ന് വിട്. ഇല്ല. കല്ലു പാത്രം എടുത്ത് എറിയണം. ഇവളും ഞാനിന്ന് മിക്കവാറും കല്ലൂര് നല്ലത് കിട്ടും. ഇനി കിടന്ന് കരഞ്ഞാടല്ല, അടുത്താട് ഇനിയും കിട്ടും. നോക്കിയോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. എന്തോ ലച്ചു നിനക്ക്. എന്ത് ലച്ചുവിന്? വേണ്ട വേണ്ട നോക്കുമ്പോഴത്തേക്ക് മനുഷ്യർ തലേ കയറി നിരങ്ങണ. ഒരു കൊച്ചിനിട്ട് അടിക്കണോ? അമ്മ ഇത് കണ്ട, കഴിക്കാൻ കൊടുത്ത മിച്ചറാണിത്. പിന്നെ എങ്ങനെ പിള്ളേരെ തല്ലാതിരിക്കണേ? എടേ പറഞ്ഞ് മനസ്സിലാക്കി പോരായിരുന്നാട് നിനക്ക്. അമ്മയുടെ കാര്യം നോക്കി പോയ അമ്മായി. ആ കൊടുത്തോരണം വേണം നിനക്ക്. എന്തിനാ ലച്ചു അടിച്ചത്? അതിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാ പോരെ? എന്റെ അമ്മൂമ്മ ഞാൻ പറഞ്ഞു മടുത്ത്. രാവിലെ ഒരു കഷ്ണം ദോശ കൊടുത്തിട്ട് അതിന്റെ പകുതി പോലും കഴിച്ചില്ല. വെറുതെ ഇങ്ങനെ സാറ്റലൈറ്റ് കറങ്ങി നടക്കണ പോലെ കറങ്ങി നടക്കുക. അപ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അമ്മ ഇച്ചിരി മിച്ചർ തരുമോ? മിച്ചർ എടുത്ത് കൊടുത്ത്. ദേ മിച്ചർ. നീ വല്ലതും കഴിച്ചായിരുന്നോ? ആ ഇപ്പൊ അതാണല്ലോ വിഷയം. லெச்சு நீ என்ன சொன்னாலும் சரி, கல்லுவை அடிச்சது தப்புதான். நான் போய் பார்க்கட்டும் அவன் என்ன செய்யறான்னு. ചേച്ചി ചേച്ചി കുഞ്ഞിലെ കാണിച്ചോലൊന്നും കല്ലു ഇപ്പൊ കാണിക്കുന്നില്ല. അയ്യോ, പാറുവാണല്ലോ എന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത്. ഞാൻ ചെറുപ്പത്തിലെ കാണിച്ചത് മൊത്തം പാറു കണ്ടിട്ടുണ്ട്. ചേച്ചി കണ്ടത് മാത്രം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പാറു ഞാൻ തിളച്ച് നിക്കുക. അടുത്ത എന്റെ കൈപ്പത്തി ഉണ്ടല്ലോ നിന്റെ മുതുകത്തായിരിക്കും. മര്യാദയ്ക്ക് മിണ്ടായിരുന്നോ? ഞാനും പോയി നോക്കട്ടെ കല്ലു എന്താ ചെയ്യുന്നത്. അത് കുറച്ചു നേരം കരഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പയ്യങ്ങ് എണീറ്റ് വന്നോളൂ. അളിയ എവിടെ പോയി നീ അവസരത്തിൽ ചോദിച്ചാ ഞാൻ നല്ല ചീത്ത പറയും. എടാ നിനക്ക് വേണമെങ്കിൽ നീ വിളിച്ചു ചോദിക്കണം അളിയനെ. എന്റെ അടുത്താണോ ചോദിക്കണത്? സോറി, ടൈമിങ് മാറിപ്പോയി. എന്തായാലും കൊള്ളാം. എടാ കുറച്ച് മുന്നേ വരെ അടുക്കളയിൽ നീയും കല്ലും കൂടെ കളിച്ചിരിച്ച് നിന്നതല്ലേ, പിന്നെ ഇപ്പഴെന്താണ് പ്രശ്നം? അന്തരീക്ഷം ഏത് സമയത്ത് വേണമെങ്കിലും മാറാലോ. എന്റെ അമ്മായി വേണ്ട നോക്കുമ്പോഴത്തേക്ക് വേണം എന്ന് പറഞ്ഞ് ചോദിച്ചോണ്ട് വരുക. പിന്നെ എന്ത് ചെയ്യും? ഒരു പരിധിയില്ലേ? എന്റെ ലച്ചു, ഇനി പാത്രം എടുത്തെറിഞ്ഞെന്നും പറഞ്ഞു നീ വഴക്കിനൊന്നും പോവണ്ട. നീ മര്യാദക്ക് നില്ലേ. ലച്ചുവിനാണ് പ്രശ്നം. ശരി ആയിക്കോട്ടെ. பாவம் லெச்சு, அவ பெட்ல படுத்துட்டு அழுதுட்டு இருக்கா. ആ പിള്ളേരാകുമ്പോ കരയും. ഓ വലിയ അമ്മ കളിക്കണം അവള്. നിനക്കൊരെണ്ണം തരട്ടെ? എന്റെ അമ്മൂമ്മ എന്താണ് നിനക്ക്? തണുപ്പിച്ചോണ്ടിരുന്നു. എനിക്ക് ഇവിടെ പറയാൻ തോമാറ്. ചേച്ചി മതി ചേച്ചി. ആരുടെ മോള് നാക്ക് കാണും. യശോമ്മ, ഓ